ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാകുമല്ലേ നമ്മള്. ഇത്തരത്തിലെ ഇമോഷൻസ് എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്നറിയാമോ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ തലയ്ക്കകത്ത് ഒരു ഇമോഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവുന്നു. ആ കുഞ്ഞ് ആദ്യമായിട്ട് ചിരിക്കുന്നത് ഈ ഹെഡ് ക്വാർട്ടേഴ്സിലെ സന്തോഷത്തെ നിയന്ത്രിക്കുന്ന ജോയ് കാരണമാണ്. അങ്ങനെ ആ കുഞ്ഞ് ആദ്യമായി ചിരിച്ചത് നല്ലൊരു മെമ്മറി ആയിട്ട് ജോയ് സ്റ്റോർ ചെയ്യുമ്പോൾ അടുത്ത ഇമോഷൻ കടന്നു വന്നു, സാഡ്നെസ്. നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാക്കണമെങ്കിൽ സാഡ്നെസ് വിചാരിക്കണം, പേടി ഉണ്ടാക്കണമെങ്കിൽ ഫിയർ വിചാരിക്കണം, എന്തിനോടെങ്കിലും അറപ്പ് തോന്നണമെങ്കിൽ ഡിസ്ഗസ്റ്റ് വിചാരിക്കണം, പിന്നെ അടുത്തയാള് എന്തിനോടെങ്കിലും ദേഷ്യം തോന്നണമെങ്കിൽ അത് നമ്മുടെ ആങ്കർ വിചാരിക്കണം. ഇവർ 5 പേരുമാണ് ഈ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള മെയിൻ ആൾക്കാർ. ഇവരാണ് നമ്മുടെ മെയിൻ ഇമോഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ കേൾക്കുന്നത് റൈലി എന്ന പെൺകുട്ടിയുടെ ഈ ഇമോഷൻ കഥയാണ് കേട്ടോ. ഈ ഹെഡ് ക്വാർട്ടേഴ്സ് മിക്കവാറും നിയന്ത്രിക്കാറുള്ളത് ജോയ് ആണ്. കാരണം റൈലി ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് അവൾക്കാണ് ആഗ്രഹം. അവളാണല്ലോ സന്തോഷം ഉണ്ടാക്കുന്നത്. ജോയ് എപ്പോഴും ഈ കുഞ്ഞിന്റെ ലൈഫിൽ നടക്കുന്ന നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോർ മെമ്മറിയായി സ്റ്റോർ ചെയ്ത് വെക്കും. ഈ കോർ മെമ്മറിയിലൂടെ അല്ലെങ്കിൽ കോർ മെമ്മറിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് റൈലിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ റൈലിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, സത്യസന്ധത, ഹോക്കി കളി, അതുപോലെ കുസൃതി, ഇതൊക്കെയാണ്. ഇന്ന് രാത്രി ആയി കഴിഞ്ഞാൽ അന്നത്തെ നല്ല മെമ്മറീസ് എല്ലാം തന്നെ ലോങ് ടേമിലേക്ക് അവർ വിടുകയും ചെയ്യും. അത്യാവശ്യമുള്ളത് കോർ മെമ്മറിയായി സേവ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ കാണുന്നത് റൈലിയും ഫാമിലിയും അവളുടെ പണ്ടത്തെ വീട്ടിൽ നിന്ന് പുതിയൊരിടത്തേക്ക് താമസം മാറാണ്, സാൻ ഫ്രാൻസിസ്കോയിലേക്ക്. അച്ഛന് പുതിയ ജോബ് അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ വീടിനെ പറ്റിയിട്ടുള്ള തിങ്കിങ് ആണ് നമ്മുടെ പിള്ളേര് ഇപ്പോൾ റൈലിക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. ജോയ് എപ്പോഴും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും. ഇടയ്ക്ക് വെച്ച് മറ്റുള്ളവർ റൈലിയെ നിയന്ത്രിക്കുമ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മാറും. അതായത് സാഡ്നെസ് ആണെങ്കിൽ അവൾക്ക് സങ്കടം വരും, ഫിയർ ആണെങ്കിൽ പേടി വരും, ആങ്കർ ആണെങ്കിൽ ദേഷ്യം വരും, ഡിസ്ഗസ്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും അറപ്പൊക്കെ തോന്നും. ഇപ്പൊ ആ വീട്ടിലെത്തിയപ്പോൾ വീട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജോയ് പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ചെടുത്ത് റൈലിയെ ഹാപ്പിയാക്കി ഇരുത്തി. ഇപ്പോൾ സിറ്റുവേഷൻ മോശമാവുമ്പോൾ പണ്ട് എന്തെങ്കിലും ഉണ്ടായ നല്ല കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചെടുത്ത് നമ്മുടെ റൈലിയെ സന്തോഷാക്കി ഇരുത്താൻ വേണ്ടി ജോയ് എപ്പോഴും ശ്രമിക്കുമായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് സാഡ്നെസ്സിന് ഒരു ഭയങ്കര പ്രശ്നം, അവളെ ആരും കൂടെ കൂട്ടുന്നില്ല എന്നൊക്കെ. സന്തോഷമുള്ള മെമ്മറീസ് അവൾ വന്ന് തൊടുന്നതോടുകൂടി അതെല്ലാം സങ്കടമുള്ളതായിട്ട് മാറും. അങ്ങനെ ജോയ് പറഞ്ഞു, മോളെ നീ ഇതൊന്നും ചെയ്യാൻ നിൽക്കല്ലേ, നീ അപ്പുറത്തോട്ട് മാറി നിൽക്ക്, നീ എന്തെങ്കിലും വന്ന് തൊട്ട് കഴിഞ്ഞാൽ റൈലിക്ക് അത് സങ്കടാവുമല്ലോ എന്ന്. അപ്പൊ സാഡ്നെസ് പറയും, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലടാ എന്ന്. ജോയ് അന്നേരം അവളെ സമാധാനപ്പെടുത്താൻ വേണ്ടി, നിനക്ക് ഞാൻ ഒരു ഉഗ്രൻ ഐഡിയ പറഞ്ഞുതരാം, നീ ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് ഇവിടെ ഇരിക്കുക, ആ ബുക്കൊക്കെ വായിക്കുമ്പോൾ നിനക്ക് നന്നായി സമയം പോവും, ഇതാണ് നീ നമ്മുടെ റൈലിയോട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല കാര്യം എന്നൊക്കെ പറയുമ്പോൾ സാഡ്നെസ്സിന് മനസ്സിലായി ഇവര് തന്നെ ഒഴിവാക്കുവാണെന്ന്. ഇപ്പൊ രാത്രിയാകുമ്പോൾ അച്ഛനും അമ്മയും എന്നും അവൾക്ക് കിസ്സൊക്കെ കൊടുക്കാറുള്ളതാണ്. എന്നാൽ അതൊന്നും നടന്നില്ല. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനായി, നാളെ അവള് ഫുള്ള് ഹാപ്പി ആയിട്ട് ഇരിക്കും എന്ന് പറഞ്ഞ് ജോയ് അന്നത്തെ ഡ്രീം സെക്ഷന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പോവാണ്. ആ സമയം ബാക്കി എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്ക് അവളെ എപ്പോഴും ഹാപ്പി ആക്കി ഇരുത്തണമെന്ന് ആഗ്രഹിക്കുവാണോ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ താമസം മാറിയതോട് കൂടിയിട്ട് റൈലിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. എന്നാൽ അമ്മ ഇപ്പം അവളുടെ അടുത്തോട്ട് വന്നിട്ട് ഇത്രയേറെ നമ്മൾ വിഷമത്തിൽ സഞ്ചരിച്ചിട്ടും മോള് ഞങ്ങളുടെ കൂടെ നിന്നല്ലോ എന്ന് പറയുമ്പോൾ അവളുടെ ആ സങ്കടം മുഴുവൻ ജോയ് സന്തോഷാക്കി മാറ്റി. അന്ന് രാത്രിയിൽ നല്ലൊരു മെമ്മറി അവൾക്ക് സ്വപ്നമായി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം നേരത്തെ തന്നെ നമ്മുടെ ജോയ് അവളുടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ റൈലിയുടെ അവിടുത്തെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും നല്ല സെറ്റായിട്ട് മുന്നോട്ട് പോകണം. എന്നിട്ട് സാഡ്നെസ്സിനോട് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. അവൾ എന്തെങ്കിലും തൊട്ട് അന്നത്തെ ആ ദിവസം നമ്മുടെ റൈലിക്ക് ചളായി പോകുമോ എന്നുള്ള പേടി കൊണ്ട്. ആ സമയത്താണ് അവിടേക്ക് തിങ്കിങ് ട്രെയിൻ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സങ്കടമൊക്കെ വരുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി നല്ല ചിന്തകളെയൊക്കെ നമ്മുടെ ജോയ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റൈലി ഇന്ന് ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്കൂളിൽ ആദ്യം കടക്കുമ്പോൾ ആ പേടിയും അതുപോലെയുള്ള ഒരറപ്പും ഒരു മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ബാക്കിയുള്ള ഇമോഷൻസിനെ കൂടെ കൂട്ടി ജോയ് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് റൈലി നല്ല രീതിയിൽ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാഡ്നെസ് അവളുടെ പണ്ടത്തെ മെമ്മറീസിൽ വന്ന് തൊട്ടതും ആ ഒരു മെമ്മറീസ് എല്ലാം സാഡായി മാറി. ആ കുഞ്ഞ് ക്ലാസ്സിലിരുന്ന് കരയാൻ തുടങ്ങി. അത് ആദ്യത്തെ അനുഭവമാണ് ക്ലാസ്സിലിരുന്ന് കരയുന്നത്. അതൊരു കോർ മെമ്മറിയായി സേവ് ആവാനും തുടങ്ങി. അങ്ങനെ ഒരു കോർ മെമ്മറി സേവ് ആവാതിരിക്കാൻ വേണ്ടി ജോയ് ശ്രമിച്ചതാണ്. പക്ഷേ അവിടെയുള്ള വാക്വം പമ്പിലൂടെ നമ്മുടെ ജോയും സാഡ്നെസ്സും അവളുടെ ബാക്കിയുള്ള കോർ മെമ്മറീസും എല്ലാവരും കൂടെ
ലോങ് ടേം ആയിട്ടുള്ള ഡ്രീംസിന്റെ അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസിന്റെ സ്ഥലത്തോട്ട് വന്ന് വീഴാണ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതുകൊണ്ട് റൈലിക്ക് സന്തോഷവും സങ്കടവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ അവളുടെ അമ്മ ഇവിടെയുള്ളൊരു ഹോക്കി ടീമിൽ ഇവളെ പങ്കെടുപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മുടെ റൈലി ആണെങ്കിൽ സന്തോഷത്തോടെയോ സങ്കടത്തോടെയോ കൂടിയിട്ടല്ല, അവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ബാക്കിയുള്ളത് പേടിയും ദേഷ്യവും അറപ്പും മാത്രമാണ്. ഈ ഒരു രീതിയിൽ മറുപടി പറയാണ്. എന്നാൽ ഇത് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല, അച്ഛനും ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ ദേഷ്യം വരെയാണ്. അച്ഛൻ അവളോട് ദേഷ്യപ്പെട്ട് തിരികെ സംസാരിക്കുകയും ചെയ്തു. റൈലി ആദ്യമായിട്ടാണ് അച്ഛൻ ദേഷ്യപ്പെടുന്നത് കാണുന്നത്. അങ്ങനെ അവൾക്കാകെ സങ്കടമായിട്ട് അവൾ വേഗം തന്നെ റൂമിലോട്ട് കടന്നു പോവാണ് ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് അവളുടെ ആ ഒരു കുട്ടിത്ത സ്വഭാവമൊക്കെ മാറുകയാണ്. അങ്ങനെ കുട്ടിത്ത സ്വഭാവം, അതായത് അവളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ ആ ഭാഗം തന്നെ മറഞ്ഞുപോയി. അതൊരു ഐലൻഡ് കണക്കായി ഇരുന്നിരുന്നേ. അപ്പം ഇപ്പോൾ അവൾ വലുതായി, അച്ഛൻ അവളോട് ദേഷ്യം പിടിച്ചപ്പോൾ ഇവരോട് കൂടിയിട്ടുള്ള കുട്ടിത്ത സ്വഭാവമാണല്ലോ ഉള്ളത്. അപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി അവൾക്ക് നഷ്ടമായി പോയി. ജോയും സാഡ്നസ് ഇത് കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇങ്ങനെ അവളുടെ പേഴ്സണാലിറ്റി നഷ്ടമാകുമെങ്കിൽ ബാക്കിയുള്ളതും കൂടെ നഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തണമെന്ന് നമ്മുടെ ജോയ് സാഡ്നസിനോട് പറയാണ്. ആ സമയത്താണ് ഈ ലോങ് ടേം മെമ്മറിയിൽ ഇവള് ഒട്ടും തന്നെ ഓർക്കാത്തതായിട്ടുള്ള മെമ്മറീസ് എല്ലാം തന്നെ ഫോർഗറ്റിംഗ് സോണിലേക്ക് മാറ്റുന്ന ക്ലീനിങ് തൊഴിലാളികളെ നമ്മുടെ ജോയും സാഡ്നസും കാണുന്നത്. അപ്പോൾ അവരോട് നമ്മുടെ ജോയ് ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ എന്തിനാ ഫോർഗറ്റിംഗ് സോണിലോട്ട് മാറ്റുന്നത്? അവിടേക്ക് എന്തെങ്കിലും സാധനം വീണ് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഓർത്തെടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. കണ്ണി കണ്ടവരുടെയൊക്കെ നമ്പറൊക്കെ ഇവിടെ ഓർത്ത് വെച്ചിട്ടുണ്ടെന്നേ, അതൊക്കെയാണ് ഞങ്ങൾ മാറ്റുന്നതെന്ന് അവർ മറുപടിയും കൊടുത്തു. ഇപ്പോൾ ജോയ് ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വൻ ഷോക്കായിട്ടാണ് പോകുന്നത്. നമ്മുടെ റൈലിയുടെ പണ്ടത്തെ ഒരു സുഹൃത്ത് വിളിച്ച് അവൾക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറയുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് ആങ്കർ ആയതുകൊണ്ട് നമ്മുടെ റൈലി ദേഷ്യം പിടിച്ച് ഫോൺ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതോടുകൂടി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന പേഴ്സണാലിറ്റിക്ക് കോട്ടം തട്ടി അവളുടെ മനസ്സിൽ നിന്ന് ഫ്രണ്ട്ഷിപ്പ് എടുത്ത് കളയപ്പെടുന്നുണ്ട്. ആ നേരത്താണ് അവിടെ വെച്ച് ഒരു ബിങ് ബോങ്ങിനെ കാണുന്നത്. അതൊരു ഇമാജിനേറ്റീവ് ആനിമൽ ആണ് കേട്ടോ. പൂച്ചയും ആനയും എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു ആനിമൽ. ഈ ആനിമലിന് ഒരു പ്രത്യേകതയുണ്ട്. റൈലി കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവൾ ഉണ്ടാക്കിയെടുത്ത അവളുടെ സാങ്കല്പിക സുഹൃത്തായിരുന്നു ഈ ബിങ് ബോങ്. അപ്പൊ ബിങ് ബോങ്ങിനോട് നമ്മുടെ ജോയ് ചോദിച്ചു, നിന്നെ ഇപ്പോഴും റൈലി ഓർമ്മിക്കാൻ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കാൻ സഹായിക്കണമെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ തിങ്കിങ് ട്രെയിൻ ഉപയോഗിച്ച് പോകാമെന്നും പറഞ്ഞ് ഇവിടെയുള്ള ഒരു സോണിലൂടെ നമ്മുടെ ബിങ് ബോങ് ഇവരെ കൊണ്ടുപോവാണ്. പക്ഷേ ആ സോണിലൂടെ പാസ് ചെയ്യുന്നവർക്ക് ഒരു പണി കിട്ടി. ഈ സോണിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവരുടെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അവർ 3D ഡയമെൻഷനിലും 2D ഡയമെൻഷനിലും ഒക്കെ മാറും. അപ്പോൾ ഇതിലൂടെ പോവണ്ട എന്ന് സാഡ്നസ് പറഞ്ഞതാണ്. അവൾ മാനുവലിൽ വായിച്ചിട്ടുണ്ട് ഇതുവഴി പോയാൽ ശരിയാവത്തില്ല എന്നുള്ളത്. പക്ഷെ ബിങ് ബോങ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ജോയ് ഇതുവഴി വരാനായിട്ട് വാശി പിടിച്ചു വന്നതാണ്. പക്ഷെ അവിടെ നിന്ന് അവർക്ക് ആ ട്രെയിൻ കിട്ടിയില്ല. അപ്പം നമ്മുടെ ബിങ് ബോങ് പറഞ്ഞു, സാരയില്ല, ഇമാജിനേറ്റീവ് ഐലൻഡിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ട്രെയിൻ വന്ന് നിൽക്കുമെന്ന്. ഇമാജിനേറ്റീവ് ഐലൻഡ് എന്ന് പറയുമ്പോൾ റൈലിയുടെ മനസ്സിൽ അവൾ കുറേ സങ്കല്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മേഘക്കൊട്ടാരം, ലാവാ നദി, അതുപോലെ ഈ സോസേജിൻ്റെ ഒക്കെ കനാല്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പല ഇമാജിനറി സംഭവങ്ങളുള്ള സ്ഥലം. അതിലൂടെയൊക്കെയാണ് ഇവരിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നേരത്ത് നമ്മുടെ റൈലി ആവട്ടെ ഇവിടെ ഹോക്കി ഒരു മാച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവളെ നിയന്ത്രിക്കാൻ സന്തോഷവും സങ്കടവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ദേഷ്യം നിയന്ത്രിച്ച് അങ്ങനെ നമ്മുടെ റൈലി ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ്. അതോടുകൂടി അവളോട് ഹോക്കിയോടുള്ള ഇഷ്ടം കൂടെ പോയി കിട്ടുന്നുണ്ട്. ഈ ഇമാജിനേറ്റീവ് ഐലൻഡിൽ അവൾക്ക് ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ അവിടെയുള്ള ക്ലീനേഴ്സ് ഫോർഗറ്റബിൾ സോണിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ബിങ് ബോങ്ങും റൈലിയും പണ്ട് കളിച്ചിരുന്നൊരു റോക്കറ്റ് ഉണ്ട്, അത് നേരെ ഇവർ അതിലോട്ട് ഈ ഒരു ഫോർഗറ്റ് സോണിലോട്ട് മാറ്റി. അപ്പോൾ അതൊക്കെ ഇനി അവൾ മറന്നു പോകുമെന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ബിങ് ബോങ്ങിനോട് നമ്മുടെ സാഡ്നസ് വന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ജോയ്ക്ക് മനസ്സിലാവുന്നത് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഒന്ന് കരഞ്ഞാൽ കാര്യങ്ങൾ തീരും, അല്ലെങ്കിൽ ആ സങ്കടം കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ സങ്കടം മാറും. അപ്പോൾ സാഡ്നസിന് എല്ലായിടത്തു നിന്നും മാറ്റി നിർത്തിയതിൽ ജോയ്ക്കൊരു സങ്കടവും കാര്യങ്ങളും ഒക്കെ വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം നമ്മുടെ റൈലി സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ആങ്കറിന് ഒരു ബുദ്ധി തോന്നുകയാണ്. അവളുടെ നല്ല മെമ്മറീസ് ഒക്കെ മിനസോട്ടയിലാണുള്ളത്. അപ്പോൾ അവിടേക്ക് ഒളിച്ചോടാം എന്നുള്ള ബുദ്ധി അവൾക്ക് കൊണ്ടുവരണമെന്ന്. ഇന്നേരത്തെ നമ്മുടെ പിള്ളേരാണെങ്കിൽ ഈ ഒരു ട്രെയിനും പിടിച്ച് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വരാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അവൾ ഉറങ്ങിയതുകൊണ്ട് ഇനി ആ ട്രെയിൻ ഓടത്തില്ല. അപ്പോൾ എന്തെങ്കിലും സ്വപ്നങ്ങൾ കാണിച്ച് അവളെ എണീപ്പിക്കാൻ വേണ്ടിയായി നമ്മുടെ പിള്ളേരുടെ പരിപാടി. അങ്ങനെ സ്വപ്നം മേക്ക് ചെയ്യുന്ന ഡ്രീം പ്രൊഡക്ഷൻ സെന്ററിലേക്ക് ഇവർ ചെല്ലുകയാണ്. നല്ല നല്ല സ്വപ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവൾക്ക് നാണക്കേടുണ്ടാക്കുന്ന
സ്വപ്നങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അവളെ എണീപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് സാഡ്നസ് പറയുന്നുണ്ട്. അവൾ എന്തെങ്കിലും പേടിപ്പിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് എണീപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. പക്ഷെ അവിടെയുള്ള സ്വപ്നത്തിൽ അവൾ പാൻ്റ് ഇടാതെ സ്കൂളിൽ പോകുന്നത്, അവളുടെ പല്ല് വീഴുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ കാണാറുള്ളത് പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. പക്ഷേ അതൊന്നും തന്നെ അവളെ എണീപ്പിക്കാൻ പോകുന്നതായിരുന്നില്ല. എന്നാൽ ഈ സ്വപ്നത്തിന്റെ ഫാക്ടറിയിൽ അതിക്രമിച്ച് കയറിയെന്നും പറഞ്ഞ് ജോയിയെയും സാഡ്നസിനെയും ബിങ് ബോങ്ങിനെയും അവർ പിടിച്ച് ഇവിടെയുള്ള ഒരു ജയിൽ പോലുള്ള സ്ഥലത്തേക്ക് ഇട്ടു. അങ്ങനെ നമ്മുടെ ബിങ് ബോങ്ങിനെ മാത്രം ഒരു ജയിൽ പോലെ, ഒരു ബലൂൺ ജയിലിൻ്റെ ഉള്ളിലാണ് മാറ്റിയിരിക്കുന്നത്. ജോയി സാഡ്നസും പോയിട്ട് അവനെ രക്ഷപ്പെടുത്തുമ്പോൾ അവിടെ ഒരു ജോക്കറിന്റെ പുറത്താണ് ഈ ഒരു ജയിലുള്ളത്. അങ്ങനെ ആ ജോക്കറിനെ ഉണർത്താതെ ഇവർ പുറത്തേക്ക് കടന്നു. പക്ഷേ നമ്മുടെ റൈലി ഉണർത്തണമെങ്കിൽ അവളെ പേടിപ്പിക്കണം. അതിനുവേണ്ടി ഈ ജോക്കറിനെ ഉപയോഗിച്ചാലോ എന്ന് ജോയ് ചോദിക്കുകയാണ്. സാഡ്നസ് സമ്മതിച്ചു. അങ്ങനെ ആ ജോക്കറിനെ എണീപ്പിച്ച് ഇവളുടെ സ്വപ്നത്തിൽ കൊണ്ടുവരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ റൈലി എണീറ്റു. ജോയും സാഡ്നസും ബിങ് ബോങ്ങും വീണ്ടും ആ ട്രെയിനിൽ കയറി ഹെഡ് ക്വാർട്ടേഴ്സിലേക്കുള്ള വരവിലാണ്. പക്ഷേ റൈലി എണീറ്റതും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആങ്കറും ഡിസ്കസ്ഡ് എണീറ്റു. ഇവൾക്ക് ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞ് ഉടനെ തന്നെ ആങ്കർ അവൾക്ക് ആ ബുദ്ധി കൊടുക്കുകയാണ്. അതായത് മിനോസോട്ടയിലേക്ക് ഒളിച്ചോടാമെന്നുള്ള ബുദ്ധി. അങ്ങനെ അവൾക്ക് പോകണമെങ്കിൽ പൈസ വേണം. പൈസ അവളുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ ഈ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ സത്യസന്ധതയെല്ലാം മറന്ന് നമ്മുടെ റൈലി അമ്മയുടെ പേഴ്സിൽ നിന്ന് പൈസ മോഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ സത്യസന്ധതയും കൂടെ പോയതോടുകൂടി സത്യസന്ധതയുടെ ഐലൻഡ് വഴിയാണ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ട്രെയിൻ പോകുന്നത്. അങ്ങനെ ആ ട്രെയിനിന് പോകാൻ പറ്റാതായി പോയി. ഇവള് ഇപ്പോൾ ഇവിടെ നിന്ന് ഒളിച്ചോടാൻ തുടങ്ങുകയാണെന്നുള്ള കാര്യം ജോയ് സാഡ്നസ് അറിഞ്ഞു. അവിടെയുള്ള ഒരു വാക്വം പമ്പ് കണ്ടപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും നോക്കാതെ ജോയ് ആ വാക്വം പമ്പിലൂടെ ഇവിടെ നിന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ ശ്രമിച്ചതാണ്. പക്ഷെ പകുതി വഴിയിലെത്തി ആ പമ്പ് പൊട്ടി നമ്മുടെ ജോയ് എങ്ങോട്ട് വീണു? ഫോർഗറ്റിംഗ് സോണിലേക്ക് വീണു. അതായത് അവളെ ഇനി റൈലി പതിയെ പതിയെ മറക്കും. അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബിങ് ബോങ്ങും താഴെ വീഴാണ്. എന്ത് ചെയ്യുന്ന ഓർത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ജോയ്ക്ക് ബിങ് ബോങ്ങിന്റെ ആ ഒരു റോക്കറ്റ് ഇവിടേക്ക് നേരത്തെ വീണ കാര്യം ഓർമ്മ വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ ജോയ് ഒരു കാര്യം മനസ്സിലാക്കിയെടുത്തു. എപ്പോഴും സാഡ്നസിനെ ഇവൾ ഒഴിവാക്കി നിർത്താലാണ്. അതായത് റൈലിയുടെ ജീവിതത്തിൽ ഒരിക്കലും സങ്കടം വരരുത് എന്ന് കരുതിയിട്ട് അവൾ എപ്പോഴും ഒഴിവാക്കി നിർത്താറുണ്ട്. പക്ഷെ ഒരു സങ്കടം വരുമ്പോഴാണ് പലരും അവളുടെ കൂടെ നിൽക്കുന്നതും അതുപോലെ തന്നെ അവൾക്ക് ആ ഒരു സിറ്റുവേഷൻ സന്തോഷമുള്ളതാക്കി മാറ്റാൻ പറ്റുന്നതും എന്നുള്ള കാര്യം ജോയ്ക്ക് അവിടെ നിന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. എല്ലാ ഇമോഷൻസും ഒത്തുചേർന്ന് പ്രവർത്തിപ്പിക്കണം. അല്ലെങ്കിൽ ഒട്ടും നമുക്ക് സങ്കടം മാത്രം അല്ലെങ്കിൽ സന്തോഷം മാത്രം, ഒരു ഇമോഷൻ മാത്രം നമ്മുടെ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ നമ്മുടെ റൈലിയെ വീണ്ടും നല്ല രീതിയിലാക്കാൻ വേണ്ടി ബിങ് ബോങ്ങിനെ കൂടെ ആ ഒരു റോക്കറ്റ് ഇവർ കണ്ടെത്തി. ആ റോക്കറ്റ് ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് കൂടി അത് പറക്കുമായിരുന്നു. അങ്ങനെ ഇവർ പറപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ ബിങ് ബോങ് നല്ല വെയിറ്റുള്ള ആളായതുകൊണ്ട് ഒരിക്കലും ആ റോക്കറ്റ് മുകളിൽ എത്തുന്നില്ല. ബിങ് ബോങ്ങിന് കാര്യം മനസ്സിലായി. അങ്ങനെ ജോയിയെ മാത്രം അതിലിരുത്തി അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിട്ടു. ബിങ് ബോങ് പറഞ്ഞു, ഇവളെന്നെ മറക്കും, പക്ഷേ നീ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത ട്രിപ്പെല്ലാം സാധിപ്പിച്ചു കൊടുക്കണേ എന്ന്. അങ്ങനെ നമ്മുടെ ജോയ്ക്ക് എത്രയും പെട്ടെന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകണം. കാരണം നമ്മുടെ റൈലി ഇപ്പോൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഒളിച്ചോടുന്ന റൈലിയെ കാണാഞ്ഞ് അമ്മ വിളിക്കുന്നുണ്ട്. അമ്മയ്ക്ക് അറിയത്തില്ല ഇവൾ എവിടാ പോയതെന്നുള്ള കാര്യം. അപ്പോൾ ഇവൾ ദേഷ്യം പിടിച്ച് ഫോൺ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ അവൾ ബസ് സ്റ്റേഷനിൽ നിന്ന് പൊക്കോണ്ടിരിക്കുമ്പോൾ അപ്പോഴേക്ക് അവിടെ ഇതൊക്കെ കൺട്രോൾ ചെയ്തിരുന്ന നമ്മുടെ ഫിയറും ആങ്കറും ഡിസ്കസ്റ്റും ഇത് വേണ്ടായിരുന്നു, ജോയ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും നടക്കത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ജോയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തണം. അതിനുവേണ്ടി അവളുടെ ഇമാജിനറി ഐലൻഡിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അതായത് ഒരു ബോയ് ഫ്രണ്ടിനെ അവൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇമാജിനറി ബോയ് ഫ്രണ്ടിനെ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കോപ്പീസ് ഒക്കെ ഉണ്ടാക്കി. ആ കോപ്പീസ് ഉപയോഗിച്ച് അവൾ ഇവിടെ നിന്ന് ഇതിനെ വെച്ചിട്ട് ഒരു പാലം പോലെ ഇതാക്കിയിട്ട് അവിടെ ക്ലൗഡ് ഉണ്ടായിരുന്നു. ആ ക്ലൗഡിൻ്റെ പുറത്തോട്ട് വീണ് സാഡ്നസിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തി. നോക്കുമ്പോൾ നമ്മുടെ റൈലി ഇപ്പോൾ അവിടെ പോവാനായിട്ട് ഇരിക്കുകയാണ്. അവൾ എന്തോ ചെയ്തു, സാഡ്നസിനോട് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറയാണ്. സാഡ്നസ് പോയിട്ട് ഈ ഒരു ഐഡിയ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മുടെ റൈലിയെ തിരിച്ച് വീട്ടിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവൾക്ക് ശരിക്കൊന്ന് കരയണം. ഒന്ന് പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ ആ സങ്കടമെല്ലാം മാറും. അങ്ങനെ ആ ഒരു രീതിയിൽ പണ്ട് അവൾ ഒരുപാട് ഹാപ്പിയായി ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവൾ താനത് മറിച്ച് ചിന്തിച്ചല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. അമ്മയും അച്ഛനും അവളെ ചേർത്ത് പിടിച്ചു. മോളുടെ സങ്കടങ്ങളെല്ലാം ഞങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവരെ ഇടയിലുള്ള ആ ഒരു ഫാമിലി ബോണ്ടിങ് കാരണം അവളുടെ പേഴ്സണാലിറ്റിയിൽ വീണ്ടും ആ ഒരു ഫാമിലി ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി ജോയ് ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാ ഇമോഷൻസും ഒന്നിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ റൈലി എപ്പോഴും ഓക്കെ ആയിട്ടിരിക്കും. സന്തോഷമായിട്ടിരിക്കും എന്നല്ല, ഓക്കെ ആയിട്ടിരിക്കും.
അവളുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അവളുടെ ജീവിതത്തിൽ പുതിയ പുതിയ പേഴ്സണാലിറ്റീസ് ആഡ് ചെയ്തു. കാരണം അവൾ വളരുന്നതിനനുസരിച്ച് അവൾ പുതിയ പുതിയ മാറ്റങ്ങളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈവൻ പ്യൂബേർട്ടി പോലും വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ റൈലിയെ എല്ലാ ഇമോഷൻസും ഒന്നിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. അവളുടെ ഇഷ്ടങ്ങളെല്ലാം നോക്കി അവൾ ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് അതിനേക്കാൾ ഉപരി പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇത്തരത്തിലെ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് 2015 പുറത്തിറങ്ങിയ ഇൻസൈഡ് ഔട്ട് എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത്. സോ കൂട്ടുകാരെ, ഈ ഒരു മൂവിയിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരിക്കലും എപ്പോഴും ഒരേപോലെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഒരു സമയം ഹാപ്പി ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടുത്ത നിമിഷം ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടാം, ദേഷ്യപ്പെടാം, പേടി വരാം, അല്ലെങ്കിൽ എന്തിനോടെങ്കിലും അറപ്പ് തോന്നാം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യരുത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, എപ്പോഴും നീ സങ്കടപ്പെടണം. അങ്ങനെ ഒരു കാര്യത്തിന് നമ്മളെ ഫോഴ്സ് ചെയ്യരുത്. നമുക്ക് പല ഇമോഷൻസും വരുന്നത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് സന്തോഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധിക്കില്ല. കാരണം ആ ഒരു കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതൊരു സ്ട്രെസ്സ് പോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും, അല്ലെങ്കിൽ ഒരു ടെൻഷൻ പോലെ നമുക്ക് എപ്പോഴും തോന്നും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനെ ഫോഴ്സ് ചെയ്യരുത്. നമുക്ക് സങ്കടപ്പെടാനാണോ തോന്നുന്നത്, അങ്ങ് കരഞ്ഞേക്കുക, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുക. സന്തോഷിക്കാനാണോ തോന്നുന്നത്, ഇനിയിപ്പോൾ നമ്മൾ സന്തോഷിക്കാൻ വരുന്നൊരു സിറ്റുവേഷനിൽ അയ്യോ നമ്മളിനിയിപ്പോൾ അധികം സന്തോഷിച്ചാൽ അടുത്ത നിമിഷം സങ്കടപ്പെടേണ്ടി വന്നാലോ, അങ്ങനെയൊന്നും നമ്മളതിനെ നിർത്തിവെക്കേണ്ട കാര്യമില്ല. നമുക്ക് അപ്പോൾ തോന്നുന്ന ഇമോഷൻസ് എന്താണോ അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം. അല്ലാതെ നമ്മൾ ഒരൊറ്റ ഇമോഷനെ നമുക്ക് വരാൻ പാടുള്ളൂ അങ്ങനെ വിചാരിച്ചൊന്നും ഇരിക്കാനായിട്ട് പാടില്ല. നമ്മളിപ്പോൾ ഫുൾ ടൈം സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവത്തില്ല. എന്നാൽ സന്തോഷവും സങ്കടവും കൂടി വരുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തെങ്കിലും സങ്കടം വന്നതിന് ശേഷം ഒരു സന്തോഷം വരുമ്പോൾ നമുക്കത് ഇരട്ടി മധുരം തരും. അപ്പോൾ എല്ലാ ഇമോഷൻസും നമുക്ക് ഒരുപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ സിനിമ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. സോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.